സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന മന്ന മന്ന
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശാലോം ടി വിയിലെ എല്ലാ പ്രേക്ഷകർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ കർത്താവ് ഈശോയുടെ സുവിശേഷം ശ്രവിക്കാം. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ സുവിശേഷം. അങ്ങേക്ക് സ്തുതി. പ്രിയമുള്ളവരെ, നാം വായിച്ചു കേട്ട ഈ സുവിശേഷ ഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിക്കുന്ന വാക്കുകളാണ്. സുവിശേഷ ഭാഗ്യങ്ങളാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഐഡൻറ്റിറ്റി കാർഡ്. ഒരു ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണം, എങ്ങനെ ചിന്തിക്കണം എന്ന് കൃത്യമായി പഠിപ്പിച്ചു തരുന്ന വചനഭാഗമാണ് സുവിശേഷ ഭാഗ്യങ്ങൾ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ച് പറയുന്നത് വിശുദ്ധിയിലേക്ക് ഒരു വിശ്വാസിയെ നയിക്കുന്ന വഴിയാണ് സുവിശേഷ ഭാഗ്യങ്ങൾ. ഈ സുവിശേഷ ഭാഗ്യങ്ങളിലെ ഒരു വാക്യം നമുക്ക് ധ്യാനിക്കാം. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അതായത് ദുഃഖക്കടലിൽ നിന്നും സങ്കടക്കുഴിയിൽ നിന്നും ദൈവം നമ്മെ എഴുന്നേൽപ്പിക്കും എന്ന വലിയ ആശ്വാസത്തിൻ്റെ വാക്കാണിത്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. കനൽ പോലെ എരിയുന്ന മുഖമുള്ളവർക്ക് ആശ്വാസത്തിൻ്റെ തൂവൽ സ്പർശമാണ് ഈ വാക്യം. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. നിറം മങ്ങി വിതുമ്പുന്ന കവിൾത്തടങ്ങൾക്ക് ദൈവം നൽകുന്ന സ്നേഹ ചുംബനമാണ് ഈ വാക്യം. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. കണ്ണീർ നിറഞ്ഞു കവിഞ്ഞ മിഴിനീർ തുടയ്ക്കുന്ന പിതാവിൻ്റെ സ്നേഹമാണ് ഈ വാക്യം. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. എന്താണ് വിലാപം? വിലാപം എന്നത് ദുഃഖത്തിൻ്റെ ശക്തമായൊരു വാക്കാണ്. വിലാപം, ഉടഞ്ഞ ഹൃദയം എന്നും ഈ വാക്കിന് അർത്ഥമുണ്ട്. വിലാപം നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ബന്ധുമിത്രാദികളോ അവരുടെ വേർപാടിൽ നമുക്കുണ്ടാകുന്ന ഒരു ദുഃഖമാണ് വിലാപം. അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഒരു നിസ്സഹായ അവസ്ഥ, വിഷമം, ദുഃഖം, ഇങ്ങനെയൊക്കെ നമുക്ക് ഈ വാക്കിനെ വിശേഷിപ്പിക്കാം. വിലാപം. യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനം 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു, ദുഃഖിക്കുകയും വിലപിക്കുകയും കരയുകയും ചെയ്യുവിൻ. നമ്മളോട് വിലപിക്കാൻ പറയുകയാണ്. ഈ വിലാപം 2 തരമുണ്ട്. ദൈവികമായ വിലാപവും മാനുഷികമായ വിലാപവും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 7-ാം അധ്യായം 10-ാം വാക്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അല്ലെങ്കിൽ വിലാപം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. അതിൽ ഖേദത്തിന് അവകാശമില്ല. എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു. ദൈവികമായ വിലാപവും ലൗകികമായ വിലാപവും. നമ്മുടെയൊക്കെ വിലാപങ്ങൾ
വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. നമ്മുടെ വിലാപം ഭാഗ്യമുള്ളതായിട്ട് മാറണമെങ്കിൽ നാം ദൈവികമായി വിലപിക്കണം. എങ്ങനെയാണ് ദൈവികമായി നാം വിലപിക്കേണ്ടത്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 13-ാം വാക്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തുവാൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെയാണ് ദൈവികമായി നാം വിലപിക്കുന്നത്. ദൈവത്തെ നോക്കി ഉള്ള ഒരു വിലാപം, അനുതാപത്തിൻ്റെ ഹൃദയത്തോടുകൂടെയുള്ള ഒരു വിലാപം. വീണ്ടും വചനം പറയുന്നു, യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്നുള്ള വിലാപമാണ് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കണം. നമ്മുടെ വിലാപങ്ങൾ ഭാഗ്യമുള്ളതായിട്ട് മാറണമെങ്കിൽ ദൈവത്തെ നോക്കി വിലപിക്കണം, ദൈവത്തോട് ചേർന്ന് നിന്ന് വിലപിക്കണം. ദൈവത്തെ നോക്കി മനുഷ്യരോട് ചേർന്ന് നിന്ന് വിലപിക്കരുത്, അല്ലെങ്കിൽ മനുഷ്യരോട് ചേർന്ന് നിന്നിട്ട് ദൈവത്തെ നോക്കി വിലപിക്കരുത്. ദൈവത്തെ നോക്കി ദൈവത്തോട് ചേർന്ന് നിന്ന് വിലപിക്കുമ്പോൾ നമ്മുടെ വിലാപം ഭാഗ്യമുള്ളതായിട്ട് മാറുന്നു, നമ്മുടെ വിലാപം ആശ്വസിപ്പിക്കപ്പെടുന്നു. 103-ാം സങ്കീർത്തനം 13-ാം വാക്യം, പിതാവ് മക്കളോടെന്ന പോലെ കർത്താവിന് തൻ്റെ ഭക്തരോട് അലിവ് തോന്നും. നാം ദൈവത്തോട് ചേർന്ന് ദൈവത്തെ നോക്കി വിലപിക്കുമ്പോൾ ഈ സങ്കീർത്തനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 15-ഉം 16-ഉം വാക്യം, നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കുവാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്, പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. അപ്പോൾ നമ്മളെ നോക്കി നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആ ദൈവത്തെ നോക്കി ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വിലപിക്കുമ്പോൾ നമ്മുടെ വിലാപം ഭാഗ്യമുള്ളതായി മാറുന്നു, നമ്മുടെ വിലാപം ആശ്വസിപ്പിക്കപ്പെടുന്നു. എങ്ങനെയാണ് ദൈവം നമ്മുടെ വിലാപങ്ങളെ ആശ്വസിപ്പിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ദൈവം തൻ്റെ ആത്മാവിനെ അയച്ച്, തൻ്റെ ആത്മാവിലൂടെ ദൈവം നമ്മളെ സംസാരിക്കും, പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമ്മളെ നയിക്കും. ഇതാണ് ദൈവം നൽകുന്ന ആശ്വാസം. ലഭിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ദൈവം തൻ്റെ ആത്മാവിനെ അയച്ച് നമ്മളെ ആശ്വസിപ്പിക്കും. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം, സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. എൻ്റെ സമാധാനം ലോകം നൽകുന്ന പോലുള്ള സമാധാനമല്ല. അതായത് ദൈവം നമുക്ക് സമാധാനം നൽകി നമ്മളെ ആശ്വസിപ്പിക്കുന്നു. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും, ദൈവത്താൽ ആശ്വസിപ്പിക്കപ്പെടും. ദൈവം തൻ്റെ സമാധാനം നൽകി, തൻ്റെ ആത്മാവിനെ നൽകി നമ്മളെ ആശ്വസിപ്പിക്കും. ആയാൽ പ്രിയമുള്ളവർ, നമുക്ക് വിലപിക്കുന്നവരാകാം. ഇന്ന് പലർക്കും വിലപിക്കാനായിട്ട് ആഗ്രഹമില്ല. ഈ സഹിക്കാൻ ആർക്കും വയ്യ. വേദന ഉണ്ടാകാതെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം. കരയുന്നത് പോലും എന്തോ ഒരു നാണക്കേടിൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ ഒരു സമൂഹം കരുതി വരികയാണ്. വിലപിക്കാൻ ആർക്കും മനസ്സില്ല. എല്ലാവർക്കും സുഖവും സന്തോഷവും അടിച്ചുപൊളി എൻജോയ്മെൻറ്റ് അത് മാത്രം മതി. ആർക്കും വിലപിക്കാനായിട്ട്, ആർക്കും ഇപ്പോൾ കാത്തിരിക്കാനായിട്ട് വയ്യ. ഇപ്പോൾ ഫാസ്റ്റ് ഫുഡിൻ്റെ കാലമാണ്. ഒരു 2 മിനിറ്റ് ഫുഡ് കിട്ടാൻ താമസിച്ചാൽ പോലും ഉടനെ അവരുടെ സ്വഭാവത്തിൽ പ്രകൃതം മാറും, അവരുടെ വികാരങ്ങളങ്ങ് ഉണരും. നമുക്കാർക്കും വിലപിക്കാനും കാത്തിരിക്കാനും ഒന്നും സാധിക്കുന്നില്ല. പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചോടുകയാണ്. പ്രശ്നങ്ങൾ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രശ്നങ്ങളെ നേരിടാൻ പോലും ഇന്നത്തെ സമൂഹം തയ്യാറാകുന്നില്ല. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നു, വിലപിക്കുന്നില്ല.
യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഈ വചനം, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും, ഈ വചനം നമ്മളോടൊന്ന് വിലപിക്കാനായിട്ട് പറയുകയാണ്. ദൈവത്തെ നോക്കി വിലപിക്കുക. നിങ്ങൾ വിലപിക്കണം. വിലാപം ഒരവസാനമല്ല. വിലാപം ആശ്വാസത്തിൻ്റെ വാതിലാണ്. വിലാപം ഒരു അന്ധതയല്ല. വിലാപം പ്രകാശത്തിലേക്കുള്ള ഒരു തിരിയാണ്. വിലാപം ഒരു തകർന്ന അവസ്ഥയല്ല. വിലാപം ഉയർച്ചയിലേക്കുള്ള ഒരു കാത്തിരിപ്പാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വിലപിക്കണം. നമ്മൾ വിലപിക്കാറുണ്ട്. നമ്മൾ എന്തിനെ ഓർത്താണ് വിലപിക്കുന്നത്? നമ്മൾ നമ്മുടെ വീടിനെ ഓർത്ത് വിലപിക്കുന്നു, നമ്മുടെ സുഖ സൗകര്യങ്ങളെ ഓർത്ത്, സ്വത്തിനെ ഓർത്ത് വിലപിക്കുന്നു, നമ്മുടെ വസ്ത്രത്തെ ഓർത്ത് വിലപിക്കുന്നു, നമ്മുടെ സൗന്ദര്യത്തെ ഓർത്ത് വിലപിക്കുന്നു. ഇങ്ങനെ ലൗകികപരമായ കാര്യങ്ങളെ ഓർത്ത് നാം വിലപിച്ച് സമയം പാഴാക്കുന്നു. ദൈവീകമായ വിലാപം നമ്മിലുണ്ടാകണം. എന്താണത്? നാം സ്വർഗീയ നന്മകളെ ഓർത്ത് വിലപിക്കണം. നാം ദൈവത്തെ മറന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് വിലപിക്കണം. നാം നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷിച്ച ചില നന്മകളെയും പുണ്യങ്ങളെയും ഓർത്ത് വിലപിക്കണം. നാം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയ ജീവിത വിശുദ്ധിയെ ഓർത്ത് വിലപിക്കണം. സ്വന്തം കാര്യം മാത്രം നോക്കി വിലപിച്ചാൽ പോരാ. നാം നമ്മുടെ കൂടെ ഉള്ളവരെ ഓർത്തും വിലപിക്കണം. ഭാര്യ ഭർത്താവിനെ ഓർത്ത് വിലപിക്കണം. ഭർത്താവ് ഭാര്യയെ ഓർത്ത് വിലപിക്കണം. മക്കൾ മാതാപിതാക്കളെ ഓർത്ത് വിലപിക്കണം. മാതാപിതാക്കൾ മക്കളെ ഓർത്ത് വിലപിക്കണം. മരുമക്കൾ അമ്മായിയമ്മയെ ഓർത്ത് വിലപിക്കണം. അമ്മായിയമ്മ മരുമക്കളെ ഓർത്ത് വിലപിക്കണം. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സുഹൃത്ത് ബന്ധത്തിൽ വഴിതെറ്റിപ്പോയ നമ്മുടെ കൂട്ടുകാരെ ഓർത്ത് നമ്മൾ വിലപിക്കണം. അവരെൻ്റെ വേദനയെ ഓർത്ത് വിലപിക്കണം. സങ്കടങ്ങളെ ഓർത്ത് വിലപിക്കണം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 15-ാം വാക്യം പറയുന്നു, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവിൻ, കരയുന്നവരോടുകൂടെ കരയുവിൻ. ആകയാൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് വിലപിക്കുന്നവരായിട്ട് മാറാം. ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ യാഥാർത്ഥ്യങ്ങളെ ഓർത്ത് വിലപിക്കുക. നമ്മുടെ വിലാപം ദൈവികമായി മാറട്ടെ. അപ്പോൾ നമ്മുടെ വിലാപം ഭാഗ്യമുള്ളതായി മാറുന്നു. അങ്ങനെ ആ വിലാപങ്ങളെ ദൈവം ആശ്വസിപ്പിക്കുന്നു. ഈ സുവിശേഷ ഭാഗ്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി കാർഡായി നമുക്ക് സൂക്ഷിക്കാം. തീർച്ചയായും ഈ വചനം, ഈ വാക്യം നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കും. അതിനുള്ള കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഞാനുണരുമ്പോഴും ഞാനുറങ്ങുമ്പോഴും എന്നരികത്തു കാവലായിരിക്കുന്നവൻ. ഞാനുണരുമ്പോഴും ഞാനുറങ്ങുമ്പോഴും എന്നരികത്തു കാവലായിരിക്കുന്നവൻ. മിഴി നിറയുമ്പോഴും നിറഞ്ഞൊഴുകുമ്പോഴും എൻ മിഴിനീരുമായ്ക്കാനണയുന്നവൻ. ഞാനുണരുമ്പോഴും ഞാനുറങ്ങുമ്പോഴും എന്നരികത്തു കാവലായിരിക്കുന്നവൻ.
എന്നാത്മാവിലെ ചുടുനെടുവീർപ്പുകൾ എല്ലാം ആനന്ദമായെന്നും മാറ്റുന്നവൻ, എൻ്റെ അകതാരിലേറും മുറിപ്പാടുകൾ മൃദുസ്നേഹത്താൽ സുഖമാക്കാനണയുന്നവൻ. അവൻ കരുണാമയൻ, എൻ പരിപാലകൻ, എന്നെ അലിവോടെ കാക്കുമെന്നീശോ. അവൻ കരുണാമയൻ, എൻ പരിപാലകൻ, എന്നെ അലിവോടെ കാക്കുമെന്നീശോ. ഞാൻ ഉണരുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും എന്നരികത്തു കാവലായിരിക്കുന്നവൻ, മിഴി നിറയുമ്പോഴും നിറഞ്ഞൊഴുകുമ്പോഴും എൻ മിഴിനീരു മായ്ക്കാനണയുന്നവൻ. എൻ വഴിത്താരയിൽ വിങ്ങും പൊരിവേനലിൽ എന്നും സ്നേഹത്തിൻ തണലേകി അണയുന്നവൻ, എൻ സഹനങ്ങളിൽ പൊള്ളും തീച്ചൂളയിൽ എന്നും തെളിനീരു നൽകാനണയുന്നവൻ. അവൻ മമ നായകൻ, എൻ വഴിയായവൻ, എന്നെ താഴാതെ താങ്ങുമെന്നീശോ. അവൻ മമ നായകൻ, എൻ വഴിയായവൻ, എന്നെ താഴാതെ താങ്ങുമെന്നീശോ. ഞാൻ ഉണരുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും എന്നരികത്തു കാവലായിരിക്കുന്നവൻ, ഞാൻ ഉണരുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും എന്നരികത്തു കാവലായിരിക്കുന്നവൻ, മിഴി നിറയുമ്പോഴും നിറഞ്ഞൊഴുകുമ്പോഴും എൻ മിഴിനീരു മായ്ക്കാനണയുന്നവൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന മന്ന